ആസിയയുടെ കല്യാണത്തിന് പോയി ക്ഷീണമൊക്കെ മാറ്റി ഒന്ന് ഉറങ്ങി എണീച്ച് ഞാൻ എന്താ റെഡിയായി നിൽക്കുന്നത് ഇനി അടുത്ത് ആതിരയുടെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടാണ്. ആതിരയുടെ കല്യാണം അങ്ങ് കാട്ടാക്കടയും കഴിഞ്ഞ് പോകണം കേട്ടോ, ഒത്തിരി ദൂരമുണ്ട്. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനും നന്ദനയും കൂടെ ഒരുമിച്ചാണ് പോയത്. ഞങ്ങൾ പോയ സമയത്ത് നല്ല മഴയായിരുന്നു. നല്ല മഴയെന്ന് പറഞ്ഞാൽ നനഞ്ഞു കുതിർന്ന കോഴികളെ പോലെയാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അവിടെ എത്തിയ സമയത്ത് അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ പോയപ്പോഴത്തേക്കും ആതിര ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു. തിരക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി ആതിരയെ കണ്ടു. ആതിരയുടെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തു, കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. ഫുഡ് കഴിക്കാൻ പോയപ്പോഴാണ് ദേ ഇരിക്കുന്നു അവിടെ ദേവും കുലും കൂടെ. നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു രണ്ടുപേരും. അല്ല ഇതാരാ? വാര്യമ്പള്ളിയില് മീനാക്ഷി അല്ലയോ? കുലു മാത്രമായിരുന്നില്ല, ഞങ്ങളുടെ കോളേജിൽ വേറെയും കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ ഈ കുലു കുലു എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ കുലസ്ത്രീയുടെ ഷോർട്ട് ഫോമാണ് കുലു. എന്താ ഈ കുലസ്ത്രീ? സംസാരത്തിലും കാര്യത്തിലും എല്ലാത്തിലും അവളൊരു കുലസ്ത്രീയാണ്. പക്ഷേ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ മാത്രം ഈ കുലുവിനത് അവൾ കാണിക്കാറില്ല. ഐസ്ക്രീമിൽ ചായ ഒഴിച്ച് അത് പോപ്കോണിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുന്ന കുലുവിനെയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരോടും ബായൊക്കെ പറഞ്ഞ് ഞാനും നന്ദു നേരെ വിട്ടു. കാരണം ഞങ്ങൾക്കിന് ഒത്തിരി ദൂരം കഴിഞ്ഞാലേ വീടെത്താൻ പറ്റും. അങ്ങനെ പെരിയ പെരിയ കാട് താണ്ടി മല താണ്ടി ഈ സമയത്ത് ഇറങ്ങിയ ഞങ്ങൾ ഈ ഇരുട്ടത്താണ് വീടെത്തുന്നത്. അങ്ങനെ നന്ദിനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി.